ഹലോ ഹലോ ഞാൻ ശ്രുതിയാണ്. കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വീഡിയോ ചെയ്തിട്ട് ഒരു 2 മാസത്തോളം ആയിട്ടുണ്ട്. എൻ്റെ ലാപ്ടോപ്പ് കേടായിപ്പോയി. പിന്നെ അത് നന്നാക്കിയൊക്കെ വന്നപ്പോഴേക്കും കുറേ വീഡിയോ ഇടാനായിട്ട് വൈകി. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എൻ്റെ വീടിൻ്റെ കിഴക്ക് ഭാഗത്താണ്. എൻ്റെ വീടെന്ന് പറഞ്ഞാൽ മുളകുകാട് വീടിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ട് കുറേ കെട്ടുകളാണ്, ചെമ്മി കെട്ടുകളാണ്. ഇപ്പോൾ കുറച്ച് കെട്ടുകളൊന്നും ആൾക്കാർ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ആ കെട്ടുകളിൽ നമുക്ക് ഞണ്ട് പിടിച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഞണ്ടുണ്ടാവും, സീസൺ ആകുമ്പോൾ മാത്രം. അപ്പോൾ ഞങ്ങളിന്ന് ഞണ്ട് പിടിക്കാൻ വന്നിരിക്കുകയാണ്. സീസണൊന്നും ഞങ്ങൾ നോക്കിയിട്ടില്ല. അപ്പോൾ എത്ര ഞണ്ട് കിട്ടുമെന്ന് നോക്കാം. പ്രത്യേകിച്ച് ചൂണ്ടയിട്ടിട്ടാണ് ഞങ്ങൾ ഞണ്ട് പിടിക്കുന്നത്. അപ്പോൾ ചൂണ്ടയിട്ടിട്ട് ഞണ്ട് പിടിക്കാൻ അറിയാൻ പാടില്ലാത്തവർ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അധികം പാടൊന്നുമില്ല, പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും, കണ്ടു പഠിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ചൂണ്ടയിട്ടിട്ട് ഞണ്ട് പിടിക്കാം. എത്ര ഞണ്ട് കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ചൂണ്ടയിടാൻ പോവുകയാണ്. നമ്മുടെ ഇര കൂരിയാണ് കേട്ടോ. നമുക്ക് കൂരി സെലക്ട് ചെയ്തേക്കണത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കൂരിയുടെ ഉളുമ്പ് മണം കേൾക്കുമ്പോൾ അക്കരെ നാട്ടിൽ നിന്ന് വരും ഞണ്ട് ഓടിച്ചാടി പാഞ്ഞ് ഇവിടെ വരും. നമ്മുടെ കല്യാണരാമനിൽ ഇന്നസെൻറ്റ് ഗ്ലാസ്സുമായിട്ട് വരില്ലേ, അതുപോലെ. മൊത്തത്തിൽ നമ്മൾ 4 ചൂണ്ടേ കൊണ്ടുവന്നിട്ടുള്ളൂ. ഇത് മധുര ചൂണ്ടയാണ്, വലിയ കൊളുത്തായിരിക്കും. കൂരിയുടെ നെറ്റിയിലൊരു ചെറിയൊരു പാട് പോലെ ഉണ്ടാവും, അതിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മളിത് കയറ്റണത്. ഞണ്ട് പെട്ടെന്ന് കൊണ്ടുപോകില്ല അങ്ങനെ കൂടി ഇങ്ങനെ കൊളുത്ത് കയറ്റി കഴിഞ്ഞാൽ. അങ്ങനെ നമ്മൾ 4ാമത്തെ ചൂണ്ടയും കൊളുത്തി കഴിഞ്ഞു. ഇനി നമുക്ക് ഓരോരോ ഭാഗങ്ങളിലേക്ക് ഇടാം. ഗ്യാസ് എന്ന് പറയുന്നത് ഇപ്പോൾ ചൂണ്ട ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ ചൂണ്ടക്കണ ചെറുതായിട്ട് എടുത്തേക്കുന്നത്. നമുക്ക് എപ്പോഴും കൊണ്ടുപോകാം, എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റിയ വിധത്തിൽ ചെറിയ ചൂണ്ടക്കണയാണ് റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് എവിടെയെങ്കിലും കെട്ടി വെക്കണം, അല്ലെങ്കിൽ ഞണ്ട് ഈ സാധനം പിടിച്ച് വലിച്ചുകൊണ്ട് പോയി കളയും. തൊട്ടടുത്ത് കുറ്റിക്കാട് പോലത്തെ സ്ഥലമൊക്കെ അല്ലേ, അപ്പം ഞണ്ടിന് അതിൻ്റെ ഇടയിലോട്ട് വലിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ എളുപ്പമാണ്. പക്ഷെ നമുക്ക് ഈ കൊമ്പിൻ്റെ ഇടയിൽ നിന്നൊക്കെ ഇത് തിരിച്ച് വലിച്ചെടുക്കാൻ ഭയങ്കര പാടായിരിക്കും. ഞണ്ടതിൽ ചുറ്റിയൊക്കെ വെച്ച് കളയുവേ. ഈ ഞണ്ട് പിടിക്കാൻ വന്നിരിക്കുന്ന സ്ഥലം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആ കാണുന്ന വീടിൻ്റെ അപ്പുറത്താണ് എൻ്റെ വീട്. മുളകുകാട് എൻഡിലുള്ള ലാസ്റ്റ് വീടാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ റോഡാണ്, കണ്ടോ, റോഡ് പോകണ കണ്ടോ. പിന്നെ ഇവിടെ ഒരു പാലമുണ്ട്, ആ പാലത്തിൻ്റെ അപ്പുറത്തേക്ക് മൂലമ്പള്ളിയാണ്. ഞണ്ടാരവള്ളി ഇടാനായിട്ട് ശരിക്കും വരുമ്പോൾ, ഞണ്ടാരവള്ളി എന്നാണ് കേട്ടോ ഞങ്ങൾ പറയണത്. അപ്പോൾ ഞണ്ടാരവള്ളി ഇടാനായിട്ട് വരുമ്പോൾ ശരിക്കും നമ്മൾ വെള്ളം കയറി വരുന്ന സമയത്ത് തന്നെ വന്നം. കാരണം വെള്ളം കയറി വരുന്ന ആ സമയത്ത് തന്നെ ഞണ്ട് ആളയിൽ നിന്നൊക്കെ പുറത്തോട്ട് ഇറങ്ങാൻ തുടങ്ങും. ഞണ്ടിൻ്റെ ആളയുടെ ഫ്രണ്ടിലേക്ക് വെള്ളം കയറി തുടങ്ങുമ്പോൾ തന്നെ ഞണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങും. അപ്പോൾ ഞങ്ങൾ കുറച്ച് വൈകിപ്പോയി. ഇപ്പോൾ വെള്ളം കയറി നിന്നിട്ടില്ല, വെള്ളം ഇപ്പോഴും കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു അരമണിക്കൂർ മുമ്പേ വരേണ്ടതായിരുന്നു. ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ചൂണ്ടയിൽ ഇതേ ഞണ്ട് കൊത്തിക്കഴിഞ്ഞു. കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഇതതിൻ്റെ കണയാണ്, ഞാൻ ചവിട്ടി പിടിച്ചിട്ട്. അപ്പോൾ ഇത് കണ്ടോ, ചൂണ്ടയിൽ ഞണ്ട് വലിക്കാൻ തുടങ്ങി.
അപ്പം ഞണ്ടിൻ്റെ വള്ളി ഇങ്ങനെ പതുക്കെ നമ്മൾ അടുപ്പിച്ച് ഞണ്ടിനെ പതുക്കെ നൈസായിട്ട് വലിച്ചുകൊണ്ട് അടുത്തുകൊണ്ട് വരും. പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ഒരാൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. കണ്ടോ, നമ്മുടെ ആദ്യത്തെ ഞണ്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇവിടെ ഉള്ളിൽ കാണിച്ച് പെൺഞണ്ടാണെന്ന് തോന്നുന്നു. കാലൊക്കെ ചെറുതാണ്. പെൺഞണ്ടാണ്. അപ്പോൾ 10 കിലോത്തിൻ്റെ അരിയൊക്കെ മേടിക്കൂലേ, ആ കിറ്റാണ്ട് ഞങ്ങൾ കൊണ്ടുവന്നേക്കണം. അപ്പോൾ അതിലേക്ക് പതുക്കെ കിട്ടും. അപ്പോൾ നമ്മളത് നൈസായിട്ട് അതിലോട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ട, അനുസരണയുള്ള കുട്ടീനെ പോലെ അത് ആ സഞ്ചിയുടെ അകത്തേക്ക് ഇറങ്ങിപ്പോയി. ഇനി സഞ്ചി സൂക്ഷിച്ച് കെട്ടി വെക്കണം. ഇതേ നമ്മുടെ അടുത്ത ഞണ്ട് കൊത്തിക്കഴിഞ്ഞു. വേഗമാട്ടെ. അത് ഞാൻ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതാണ്. അയ്യോ, പോയി കളഞ്ഞോ. നമ്മൾ പറ്റിച്ചുകൊണ്ട് പുള്ളി പോയി. പുള്ളി കള്ളഞ്ഞണ്ടെന്ന് പറയും. ഞണ്ട് പിടിക്കണ എങ്ങനെയാണെന്ന് ഒരു പ്രാവശ്യം കൂടി ഞാൻ പറയാം. ഞണ്ട് ഇങ്ങനെ കൊത്താൻ തുടങ്ങും. കൊത്തിക്കഴിഞ്ഞിട്ട് ഈ ഇര വലിച്ചുകൊണ്ട് ഇങ്ങനെ പോകും. അപ്പോൾ ആ സമയം നമ്മൾ നൈസായിട്ട് പതുക്കെ ഞണ്ടിന് ബുദ്ധിമുട്ടൊന്നും തോന്നരുത്, ആ വിധത്തിൽ പതുക്കെ വലിച്ചടുപ്പിക്കണം. ഞണ്ട് പോന്നോളും, വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഞണ്ട് ഇങ്ങോട്ട് പോന്നോളും. നമ്മുടെ കൈപ്പാങ്ങിനെ അടുപ്പിച്ച് കൊണ്ടുവരിക, ശേഷം പോൾസ് വെച്ച് കോരിയെടുക്കുക. പിന്നെ അധികം സംസാരിക്കാതിരിക്കാനാണ് കുറച്ച് നല്ലത്. ഹായ്, അപ്പോൾ ഒരു വലിയ ഞണ്ട് കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-15 വർഷമായിട്ടുണ്ടാവും ഞാനിപ്പോൾ ഈ പ്രദേശത്ത് വന്നിട്ട്. അപ്പോൾ കല്യാണത്തിനൊക്കെ മുമ്പ് ഞാനിവിടെ ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോൾ ആ സമയത്തൊക്കെ ഞാനിവിടെ വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് അച്ഛൻ്റെ അനിയൻ്റെയും കൂടെ അല്ലാണ്ട് എനിക്കിവിടെ വരാനായിട്ട് ഭയങ്കര പേടിയാണ്. അതിൻ്റെ പേടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ നിൽക്കുന്നത് ഇവിടുത്തെ ശ്മശാനമാണ്. ശ്മശാനത്തിൻ്റെ പുറകിലൂടെയുള്ള വഴിയാണ്. അതിൻ്റെ അപ്പുറത്ത് ഒരു 100 പറ കണ്ടമുണ്ട്. അപ്പോൾ ആ കണ്ടത്തിൽ വരാറുണ്ട്. ആ കണ്ടത്തിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എളുപ്പത്തിന് വീട്ടിലേക്ക് വരാനായിട്ട് ഈ വഴി ഉപയോഗിക്കാൻ പറ്റും. ഇങ്ങനെ കൂടി നടന്നിട്ട് വീട്ടിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ അത് അതേ ചൂണ്ടയിൽ തന്നെ അടുത്ത ഞണ്ട് കൊത്തിയിട്ടുണ്ട്. ആ ഞണ്ടാണെങ്കിൽ ഇല്ലേ ആ പ്രദേശം മുഴുവൻ ചെളി കുത്തി കലക്കിയാണ് വന്നത്. അപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് 3 ഞണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല പെട്ടെന്ന്, കാരണം ഒരെണ്ണം കൊത്തി ഉടനെ തന്നെയാണ് അടുത്ത ചൂണ്ട വലിക്കാൻ തുടങ്ങിയത്. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് കോരേണ്ടി വന്ന് ഒരു ചൂണ്ടയിൽ നിന്ന് 2 എണ്ണം കിട്ടിയായിരുന്നു. ഒരു ചൂണ്ടയിൽ നിന്ന് 2 എണ്ണം കിട്ടി, പിന്നെ അടുത്തത് ഒരെണ്ണം. അപ്പോൾ നമുക്ക് 3 പേരെയും കൂടി സഞ്ചിയിലേക്ക് ഇടാം. എന്നാലും വിടൂല്ലേ പെണ്ണാച്ചി വലുതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മൊത്തം 5 എണ്ണമായി. സഞ്ചി കെട്ടി വെച്ചില്ലെങ്കിലേ അതിങ്ങനെ തമ്മിൽ കൂട്ടിയിടിച്ച് സഞ്ചിയും തുറന്ന് പോകും.
കാണിക്കണ്ട ചെറുതല്ലേ. മീൻകാരനായ കാരണം അച്ഛൻ്റെ ഒരു ഇത് മൊത്തം 7 അപ്പോൾ നമ്മളിപ്പോൾ നോക്കിയിട്ട് അങ്ങോട്ട് ഇട്ടോളൂ. അപ്പോൾ തന്നെ ഒരുത്തൻ വന്ന് പിടിച്ചിട്ടുണ്ട്. ഓ ഇത് അവിടെ നിന്നില്ലേ. കിട്ടിയില്ലേ? പൊക്കി തരട്ടെ. അയ്യോടെ ഏരിയം കൊണ്ട് പോയി കളഞ്ഞു. ഞണ്ടായിട്ടുണ്ട് അരത്തച്ചി. ഏകദേശം പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് 9 ഞണ്ട് ഏകദേശം കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ വീട്ടിൽ പോകാൻ പോവുകയാണ്. ഇനി ഞണ്ട് എന്തോരം ഉണ്ടെന്ന് നോക്കാം. പറഞ്ഞതൊന്നും തരുന്നില്ല. ഒന്നര കിലോ ഒന്നുമില്ല. 1.5 കിലോ കുറച്ച് കുറവുണ്ടായിരുന്നു. 1.5 കിലോന് 400 രൂപ എടുക്കുന്നത്. ഇതെന്താണ് കാശി? എന്താണ് കാശി? ഞണ്ട് മേടിക്കാൻ നഷ്ടമാണെന്ന് പറഞ്ഞു. എന്താണ്? അവിടെ പോയി പിടിച്ചാൽ മതി. അവിടെ ഉണ്ടല്ലേ ഇപ്പോഴും കിട്ടും. വെള്ളം ഇറങ്ങിയിട്ട് വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നു.